പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ വീനസ് സിറ്റിയിലെത്തി. മുത്തശ്ശി, ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നമ്മളിപ്പോ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരുന്നത്? ഒരു 2-3 കൊല്ലം കഴിഞ്ഞു കാണും ഞാൻ ഇവിടെ വന്നിട്ട്. മുത്തശ്ശിയുടെ വീട്ടില് എന്ത് രസാണെന്ന് അറിയോ? ടാക്സി! മുത്തശ്ശി, ടാക്സിയിൽ ആദ്യം പൊക്കോളൂ. ഞങ്ങൾ പുറകെ തന്നെ സൈക്കിളിൽ വന്നോളാം. വീനസ് ഷോപ്പിൽ ഞങ്ങൾ ജിലേബി വാങ്ങിച്ചോണ്ട് വരാം. ശരി ശിവ, നേരെ വീട്ടിലേക്ക് വന്നേക്കണേ. ചുറ്റി കറങ്ങി നടക്കരുത്. ഓക്കേ മുത്തശ്ശി. എല്ലാരും സ്റ്റേഷൻ വിട്ട് ഉടനെ പുറത്തു പോകണം. ഒരു വണ്ടി മുഴുവനും ഹൈലി ഇൻഫ്ലേമബിൾ ഓയിൽ ടാങ്കർ നിറച്ച് പാഞ്ഞു വരുന്നുണ്ട്. ഡ്രൈവർ ഇല്ലാതെയാണ് വണ്ടി വരുന്നത്. ഡ്രൈവർക്ക് അസുഖം പിടിച്ച് ബോധം കെട്ടി വീണിരിക്കുന്നു. എഞ്ചിനകത്താണെങ്കിൽ വേറെ ഡ്രൈവറും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു അപകടം നടക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് പോയിക്കോളൂ. സിറ്റി മുഴുവനും ആപത്തായിരിക്കും. വേഗം പോകാൻ. ട്രെയിൻ തടയാൻ വേണ്ടി നിങ്ങൾ കമാൻഡോയെ വിളിച്ചിരുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് അത്തരത്തിലുള്ള കമാൻഡേഴ്സ് ഇല്ല. ഓടുന്ന വണ്ടിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങാൻ ആളുമില്ല. ശരിക്കുള്ള കമാൻഡേഴ്സ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും പിടിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനുള്ളിൽ ആ വണ്ടി വേദാ സിറ്റിയിൽ എത്തുമല്ലോ. വേദാ സിറ്റിയാണ് അവസാനത്തെ സ്റ്റേഷൻ. ആ സ്റ്റേഷൻ അവസാനമായതുകൊണ്ട് വേറെ റെയിൽവേ ലൈനുമില്ല. ആ വണ്ടി തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ വേഗതയിൽ കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. ടാങ്കറിനകത്തുള്ള ഹൈലി ഇൻഫ്ലേമബിൾ ഓയിൽ പൊട്ടിത്തെറിച്ച് സിറ്റി മുഴുവനും കത്തിച്ചാമ്പലാകും. ഒരുപാട് പേര് മരിച്ചു പോവും. നമുക്ക് എങ്ങനെയും അവരെ രക്ഷിക്കണമല്ലോ. ട്രെയിൻ വരുന്നുണ്ട്. വരൂ, നമുക്ക് പോയി നോക്കാം. പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിൽക്കുക. വേദ നഗരത്തിനെ നമുക്ക് രക്ഷിക്കണം. എങ്ങനെയെങ്കിലും എഞ്ചിനിൽ കയറി ഡ്രൈവറെ ഉണർത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കേ ശിവ. സമയം കളയണ്ട, വേഗം പോ. അതെ യുഡി, നിങ്ങൾ വേഗത്തിൽ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോണം. എത്രത്തോളം വേഗത്തിൽ പോകാൻ പറ്റുമോ അത്രത്തോളം. ശിവ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? കണ്ടു നോക്ക്. കറക്റ്റ് സമയത്തിന് അവിടെ എത്താൻ ഇതല്ലാതെ വേറെ വഴിയില്ല. വേഗം മുന്നോട്ട് പോ. പക്ഷെ എങ്ങനെയാ പോവുക? നിങ്ങൾ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് മലയുടെ മുകളിൽ ചെന്ന് അവിടുന്ന് ചാടിയാ മതി. കൃത്യസമയത്ത് ട്രെയിൻ വരുമ്പോ ചാടണം. വേഗം പോ. ശരി മേഡം. സ്കൂൾ ടീച്ചർ പറയുന്നത് പോലെയല്ലേ ഇവള് നമ്മളോട് പറയുന്നത്. ഏതാ ഈ പയ്യൻ? ഇവൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കാണൂ, ട്രെയിനിന്റെ പുറകെ സൈക്കിളിൽ അവൻ വളരെ വേഗത്തിലാണ് പറന്നുകൊണ്ടു പോകുന്നത്. അതായത് അവൻ ട്രെയിനിനെ പിടിക്കാൻ നോക്കുകയാണ്. ആരാണ് ഈ കുട്ടി? നിങ്ങൾക്കറിയാം.
അറിയാം, എനിക്കും അറിയാം. അവനാണ് ശിവ, വേദ സിറ്റിയുടെ ശിവ, ദ ബോയ് ഓൺ സൈക്കിൾ. അവൻ മിടുക്കനാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി ട്രെയിനിൽ കയറി ട്രെയിൻ തടഞ്ഞു നിർത്താൻ പോവുകയാണ്. അതെന്റെ ഫ്രണ്ട് ശിവയാണ്. അവൻ ട്രെയിനിന്റെ എഞ്ചിന്റെ അകത്ത് കയറി ഡ്രൈവറെ ഉണർത്താൻ പോവുകയാണ്. ദേ കണ്ടോ? ശിവയ്ക്ക് ട്രെയിനിനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്നാലും അവൻ ഒരിക്കലും പിന്മാറില്ല. അവൻ ട്രെയിനിന്റെ പുറകെ തന്നെ പാഞ്ഞു പോവുകയാണ്. ഹലോ അങ്കിൾ, എഴുന്നേൽക്കൂ. ട്രെയിനിലൊന്ന് നിർത്തൂ അങ്കിൾ. ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡ്രൈവർ അങ്കിളിനെ നീ എഴുന്നേൽപ്പിച്ചോ? നീ എല്ലാം കാണുന്നുണ്ടോ? ഞാൻ ടിവിയിലെ ലൈവ് ടെലികാസ്റ്റ് കണ്ടോണ്ടിരിക്കാ. യോ യെസ്, വേദ ന്യൂസ് ചാനലിലെ ഹെലികോപ്റ്റർ ഇവിടെ കൂടെ തന്നെയുണ്ട്. ഡ്രൈവർക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ശിവ, ഞാൻ സ്റ്റേഷൻ മാസ്റ്ററാണ് സംസാരിക്കുന്നത്. നീ ആള് ഭയങ്കര മിടുക്കന്നല്ലേ? നിന്നോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഈ വേദാനഗരത്തിനെ നിന്നെ കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. എഞ്ചിന്റെ അകത്ത് ബ്രേക്ക് ഹാൻഡിലുണ്ട്. അതിനെ വലിച്ചു പിടിച്ച് വണ്ടി നിർത്താൻ നോക്ക്. സർ, ബ്രേക്ക് ഹാൻഡിൽ ജാം ആയിരിക്കാണ്. ബ്രേക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഓ നോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓഹോ, നോക്കിയൂടി, ഇവിടുന്ന് നമുക്ക് താഴേക്ക് പോകേണ്ടത്. എന്ത്, ഇവിടുന്ന് താഴേക്ക് പോവാനോ? പിന്നെ ഒരിക്കലും തിരിച്ചു വരവുണ്ടാവില്ല. എനിക്ക് പേടിയാവുന്നു. എന്റെ മമ്മി, യൂടി പെട്ടെന്ന് പോയാലോ? പിന്നെ എനിക്ക് പോയാലെന്താ? ബി പോസിറ്റീവ്. ഞാൻ പേടിക്കില്ല. ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടില്ലേ? നമുക്ക് ശിവയെ സഹായിക്കാൻ പോണം. വേഗം വാ, പോവാം. ഹലോ ലഡു സിംഗ് സർ, ഞാൻ ശിവയാണ്. ഹൈലി ഇൻഫ്ലേമബിൾ നിറച്ച ട്രെയിൻ വന്നോണ്ടിരിക്കാണ്. ഇതിനെ നിർത്താൻ കഴിയുന്നില്ല. ഡ്രൈവറിന് ബോധമില്ല. ഇങ്ങനെ പോയാൽ വേദ നഗരം അപകടത്തിലാവും. ടാങ്കർ പൊട്ടിത്തെറിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ സർ. എന്റെ പരിധിയിൽ ഡ്രൈവർ ഇല്ലാതെ ട്രെയിൻ ഓടുന്നു. ഒരിക്കലും സംഭവിക്കില്ല.
എന്റെ പേര് ലട്ടു സിംഗ്. അത് വെറുതെ ഫേമസ് ആയതല്ല. ഞാൻ വേദ സിറ്റിയിൽ നിന്നും 50 കിലോമീറ്റർ ദൂരെ നിന്ന് സൂലൻ സ്റ്റേഷനിൽ വണ്ടി നിർത്തുവാൻ എല്ലാ പണികളും ചെയ്ത് കാത്തിരിക്കുകയാണ്. സാറേ സാറ് ഇരിക്കല്ല, ഇവിടെ നിൽക്കുക ചെയ്യണേ. തന്നെ ഞാൻ വാടോ വരട്ടാ വണ്ടി. ഈ സ്റ്റേഷനിൽ നിന്നും 1 ഇഞ്ച് പോലും ആ വണ്ടി മുന്നോട്ട് പോകില്ല. അഥവാ അങ്ങനെ പോയാൽ ഞാൻ എന്റെ പേര് മാറ്റും, കേട്ടോ? താങ്ക് യു സർ. ട്രെയിൻ വേദനഗരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ പേടിക്കണ്ട ശിവ. അല്ല ഇപ്പൊ നീ എവിടാ സംസാരിക്കുന്നത്? ഞാൻ ട്രെയിനിന്റെ മുകളിലുണ്ട് സർ. ഡ്രൈവറെ എണിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, പക്ഷെ അത് നടന്നില്ല സർ. എന്ത്? നീ ട്രെയിനിന്റെ മുകളിലാണെന്നോ? ഓടുന്ന വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കണമെന്നോ? ശിവ നീ തന്നെ പൊട്ടം കളിപ്പിക്കാ? സാറിന്റെ കാര്യം സാറേ പാന്റ് മോളിലേക്ക് കേറ്റ്. ഇടയ്ക്കിടയ്ക്ക് സാറിന് ഈ മഞ്ഞ ഷെഡിങ്ങനെ കാണിക്കണമെന്നില്ല. പാന്റ് മോളിലേക്ക് കേറ്റ്, അല്ലെങ്കിൽ ഓടാൻ പറ്റില്ല. എന്തിനാടോ നമ്മൾ ഓടുന്നത്? ട്രെയിൻ വരുന്നുണ്ട്, സാറ് കണ്ടില്ലേ? എന്റെ അമ്മോ, ഒളിഞ്ഞിരിക്കാം. എന്താണത്? ഇനി വല്ല ചാക്കെട്ടുകളുണ്ടെങ്കിൽ വന്ന് വീഴ്. സാറേ സാറിന്റെ കാറ്റ് പോയോ? താങ്ക് യു. ട്രെയിൻ നിന്നില്ല, പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശിവയ്ക്ക് മാത്രമേ ട്രെയിനിനെ നിർത്താനാകൂ. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓ നോ, ഇനി ശിവയ്ക്ക് മാത്രമേ വണ്ടി നിർത്താൻ കഴിയുള്ളൂ. ശിവയ്ക്ക് ഫോൺ ചെയ്യൂ. ശരി. ഹലോ ശിവ. രവ പറ. ശിവ ഇനി വണ്ടി നിർത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എല്ലാ പെട്ടിക്കകത്ത് ഒരു മാനുവൽ ബ്രേക്ക് ഉണ്ടാവും. അതിനെ കറക്കി നിർത്തണം. പക്ഷെ എനിക്കറിയില്ല നീ എങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്ന്. സർ ഞാനിപ്പോ ട്രെയിനിന്റെ അകത്തുള്ളത് കൊണ്ട് ബ്രേക്ക് വലിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പൊ തന്നെ ഞാൻ മാനുവൽ ബ്രേക്ക് വലിക്കാം സർ. മാനുവൽ ബ്രേക്ക് അവസാനത്തെ പെട്ടിയിൽ നിന്ന് വേണം തുടങ്ങാൻ. എഞ്ചിൽ നിന്ന് തുടങ്ങിയാൽ പെട്ടെന്ന് ട്രെയിൻ മറയാൻ സാധ്യതയുണ്ട്. Take care. നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ട്രെയിൻ വരുന്നുണ്ട്, ചാടാൻ റെഡി ആയിക്കോ. എനിക്ക് പേടിയായിട്ട് വയ്യ. വേഗം പോ, ട്രെയിൻ എടുത്ത് ചാടിക്കോ. നിങ്ങൾ വന്നത് എന്തായാലും നന്നായി. എന്റെ കൂടെ വരൂ. ഇത് കണ്ടോ, ശിവയുടെ കൂട്ടുകാരും അവനെ സഹായിക്കാനായി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ശിവയ്ക്ക് ട്രെയിനിന്റെ മാനുവൽ ബ്രേക്സ് വലിക്കാൻ പറ്റുമോ എന്നാണ്. അവർക്ക് ട്രെയിനിനെ നിർത്താൻ സാധിക്കുമോ? ഇനി വേദാനഗരത്തിലേക്ക് 25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ട്രെയിനിന്റെ വേഗത നോക്കിയാൽ ഉടനെ തന്നെ എത്തുമെന്ന് തോന്നുന്നു. അതാണ് ഹാൻഡ് ബ്രേക്ക്. ഇതുപോലെ എല്ലാ ബ്രേക്കും നമ്മൾ നിർത്തണം.
മുന്നിലുള്ള ടാങ്കറിന്റെ മാനുവൽ ബ്രേക്സ് വലിച്ചു കഴിഞ്ഞു. ശിവയും കൂട്ടുകാരും അടുത്ത ബ്രേക്കിന്റെ അടുത്തേക്ക് പോവുകയാണ്. യെസ്, 5 ടാങ്കറിന്റെ ബ്രേക്ക് നിർത്തി. ഇനി 4 കൂടി ബാക്കിയുണ്ട്. നീ എന്താ ഇങ്ങനെ പേടിച്ചു കറിയുന്ന? ടണലിലൂടെ വരുന്നോണ്ടാ ഇപ്പൊ തന്നെ വെട്ടം വരുന്നേ. അല്ലേലേ എനിക്ക് പേടിയാണ്. ഇത് കരി നിൽക്കാനുള്ള സമയമല്ല. വേഗം പോ. വേദ സിറ്റി എത്തുന്നതിന് മുമ്പ് ട്രെയിൻ നിർത്താൻ വളരെ പാടാണെന്ന് തോന്നുന്നു. ശിവ ആവുന്നിടത്തോളം വേഗത്തിലാണ് പണികൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ശിവ ട്രെയിൻ നിർത്തും. സർ, എല്ലാ ടാങ്കറും എഞ്ചിനിൽ നിന്ന് അകറ്റാൻ പറ്റില്ലേ? ചെയ്യാൻ സാധിക്കും, പക്ഷേ ശിവ ചെറിയ കുട്ടിയല്ലേ, അവനെ കൊണ്ട് കഴിയില്ല. ട്രെയിൻ ടാങ്കറിന് പുൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ഈ ടാങ്കറിന്റെ കണക്ഷൻ നിർത്താൻ വലിയ ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശിവ ഒരു കുട്ടിയല്ലേ, അവനെ കൊണ്ടത് പറ്റുമോ ആവോ? നമ്മൾ വേദ നഗരത്തിന്റെ അടുത്ത് എത്താറായി. വേഗം ചെയ്യണം. റേവ, എല്ലാ മാനുവൽ ബ്രേക്കും നിർത്തി കഴിഞ്ഞു. പക്ഷേ ട്രെയിൻ നിന്നിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്ക്. ടാങ്കേഴ്സ് എല്ലാം എഞ്ചിനുമായി കണക്റ്റഡ് ആണ്. ട്രെയിൻ നിൽക്കണമെങ്കിൽ ആ കണക്ഷൻ വിടുവിക്കണം. അത് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നിന്നെ കൊണ്ട് അത് സാധിക്കില്ല. താങ്ക്സ്, ഞാൻ ശ്രമിക്കാം. ഇത് ജാമായിരിക്കാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മളെ കൊണ്ട് ട്രെയിൻ നിർത്താനാവില്ല. ട്രെയിൻ ആണെങ്കിൽ സിറ്റിയിൽ എത്തുകയും ചെയ്യും. പൊട്ടിത്തെറിക്ക് കൂടെ നമ്മളും ചാവും. ട്രെയിൻ നിന്നിട്ടില്ല. വേദാ നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ശിവയും കൂട്ടുകാരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ട്രെയിനിനെ പിടിച്ചു നിർത്താനായില്ലെങ്കിൽ ഇതാ ശിവ വീണ്ടും എത്തിയിരിക്കുന്നു. ട്രെയിനിനെ നിർത്താനായി അവൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു. വേഗം ഇത് വിടുവിക്കണം. അതിശയം! ശിവ ടാങ്കറുകളെ ട്രെയിനിൽ നിന്നും അകറ്റിയിരിക്കുന്നു. ശിവ വേദാ നഗരത്തെ രക്ഷിച്ചിരിക്കുന്നു. ശിവ, നീ വേഗം ചാടിയിട്ട് ഇങ്ങോട്ട് പോരെ. ഇല്ല, എനിക്ക് വരാൻ കഴിയില്ല. ഡ്രൈവർ ഒറ്റയ്ക്ക് വിട്ടിട്ട് എനിക്ക് വരാൻ കഴിയില്ല. ഹലോ ശിവ. ആ രവ, പറ. ഇത് മാനുവൽ ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഇപ്പൊ എന്താ ചെയ്യാ?
യെസ് ശിവ, നിന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിച്ചു? നീ ആള് ഭയങ്കര മിടുക്കനാ. യു ആർ ഗ്രേറ്റ്. ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തതല്ല. എന്റെ ഒപ്പം എന്റെ കൂട്ടുകാർ ആദിയും യുഡിയും ഉണ്ടായിരുന്നു. അവരും എന്നെ സഹായിച്ചു. ശിവ ശിവ ഹലോ ശിവ, നീ ശരിക്കും കലക്കി. നീയും എന്നെ സഹായിച്ചിരിക്കുന്നു രവ. ആദിയും യുഡിയും പറഞ്ഞതിന് നന്ദി.